പണപ്പിരിവിന് യാതൊരു കുഴപ്പമില്ല. എല്ലാ മാസവും എന്തെങ്കിലും ഒരു പിരിവുണ്ടാവും. ഇങ്ങനെ പിരിവുണ്ടായ ഒരു കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധം കൊണ്ടുപോയില്ല. ഈ വിദ്വാൻ എത്രയോ മഹാന്മാരിരുന്ന കസേരയാട്ടോ. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ഇപ്പൊ ഞാൻ ആ മാധ്യമപ്രവർത്തകരെ പറ്റി പറയാം. മാധ്യമപ്രവർത്തക ഇവിടെ ഉണ്ടായിരുന്നു, ഇവരെപ്പോ കാണാൻ അവരുണ്ടായിരുന്നു ഇവിടെ, ഞാൻ കണ്ടുപോയ അവരുൾപ്പെടെയുള്ള ആളുകളോട് ഞാൻ പറയാ, ആരൊക്കെ ഇരുന്ന കസേര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കസേര. സഖാവ് ഇ കെ ഇമ്പിച്ചി ബാവ, നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, ഈ മഹാനായ സഖാവ് ഇ കെ ഇമ്പിച്ചി ബാവ ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. സഖാവ് എം പി കുഞ്ഞിരാമൻ മാസ്റ്റർ ഈ പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സഖാവ് പി പി കൃഷ്ണൻ, സഖാവ് എൻ കെ കൃഷ്ണൻ, സഖാവ് ശിവദാസ മേനോൻ, സഖാവ് എം ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? ഞങ്ങൾ കാത്തിരുന്നു ഏറെ കാലം കാത്തിരുന്നു. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, ഒരു പാർട്ടിയല്ലേ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാരോപണം ഉന്നയിക്കപ്പെട്ടാൽ, ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെയല്ലേ സ്വാഭാവികമായും ചെയ്യേണ്ടത്? നടന്നോ? എത്ര പരാതി കൊടുത്തു? മണ്ണാർക്കാടിന്റെ കൃത്യമായ കണക്ക് ഞാൻ പറയാം. 686 പരാതികളാണ് മണ്ണാർക്കാട് നിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും പാർട്ടി ജില്ലാ നേതാക്കന്മാരുടെ പേരിൽ AKG സെന്ററിലേക്കും ഡൽഹിയിലെ AKG ഭവനിലേക്കും പ്രവഹിച്ചത്. ചിറ്റൂരിൽ നിന്ന് പ്രവഹിച്ചത് 400 ചില്ലാനം പരാതികളാണ്. വടക്കൻ ജില്ലയിൽ 160ഓളം പരാതികൾ. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോയ ഈ പരാതികൾക്ക് ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കില്ലേ? ഞാൻ നിങ്ങൾക്ക് ചോദിക്കട്ടെ, ഒരു പരിഹാരവും ഉണ്ടായില്ല. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകും. കള്ള് കച്ചവടക്കാരൻ പാർട്ടിയുടെ മർമ്മസ്ഥാനത്ത് ഇരുന്നുകൂടാ. കള്ള് വേണം കച്ചവടം ചെയ്തോട്ടെ, കള്ളിൽ സ്പിരിറ്റ് കലക്കി കച്ചവടം ചെയ്യരുത്. അത് വലിയ തെറ്റല്ലേ? അത് ചെയ്യാൻ പാടില്ല. സ്പിരിറ്റ് കടത്തുന്നതിന് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഏജന്റുമാരായി അതിന്റെ കണ്ണിയായി പ്രവർത്തിക്കാൻ പാടില്ല. സഖാക്കളെ ക്രൂരമായി വേട്ടയാടുന്നു. നോക്കണം, ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഒരു പരിഹാരം കാണാം എന്ന് വിശ്വാസമർപ്പിച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് മടുത്ത് ഇനിയും ക്ഷമിക്കാൻ സാധ്യമല്ലാത്ത ഉശിരുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ രോഷപ്രകടനമാണ് ഈ കൺവെൻഷനിൽ പതഞ്ഞു പോകുന്നത്. ഈ വികാരത്തെ അവഗണിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ഈ കൺവെൻഷൻ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പോ സഖാക്കളോട് ചോദിച്ചപ്പോ പറയുന്നത്, ഇത് കേവലം ഒരു കൂട്ടായ്മയാണ്, ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കുന്നതല്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തെറ്റിദ്ധരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. കാരണം ഈ അനീതി വെച്ചു കുറിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ അനീതിക്കെതിരായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതേസമയം വേറൊരു കാര്യം ഞാൻ പറയാം. ഈ ലോകത്ത് ഇങ്ങനെ ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടാകും, അത്ര അസാമാന്യ കഴിവുള്ള ആളാണ്. ഇയാൾ കഴിവുകളിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പൊ 2 സഖാക്കളെ തമ്മിൽ മാനസികമായിട്ട് നല്ല യോജിപ്പോട് കൂടി ഇയാൾ 2 തവണ കണ്ടാണ്. 3ാമത്തെ ദിവസം പടച്ചു തമ്പുരാനെ ഞാൻ രണ്ടാളെ സംസാരിക്കുന്നത് കണ്ട 3ാം ദിവസം ചത്തുപോയത്. എന്താണ് ഈ ടെക്നിക്ക്? പാർട്ടി കമ്മിറ്റികളിലേക്ക് പോകും.
പാർട്ടി ഏരിയ കമ്മിറ്റികളിൽ ഇയാൾ പങ്കെടുക്കും, പാർട്ടി ലോക്കൽ കമ്മിറ്റികളിൽ പങ്കെടുക്കും. യോജിപ്പോട് കൂടി നിന്നിരുന്ന സഖാക്കളെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇയാളെ പ്രശ്നം ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, ഇയാൾ ആരോപണങ്ങൾ കൊണ്ടുവരികയാണ്. ആ കമ്മിറ്റിയിൽ നിന്ന് ആരോപണം വരണമെങ്കിൽ അവിടെ നിന്ന് സഖാക്കൾ ഉന്നയിക്കണ്ടേ? അവിടെ നിന്ന് പറയില്ല. അതിന് പകരം ഇദ്ദേഹം അങ്ങോട്ട് പറയുകയാണ്. അതിന്റെ പേരിൽ അന്വേഷണ കമ്മീഷനായി നടപടിയായി ആ കമ്മിറ്റിയിലെ കുറെ ആളുകളെ തിരിച്ചുവിടപ്പെട്ട കമ്മിറ്റിയിലേക്ക് ഇയാളുടെ പാർശ്വവർത്തികളായ കുറച്ച് ആളുകളെ കമ്മിറ്റിയിലേക്ക് എടുക്കും, എന്നിട്ട് മേൽ നടിക്കും. ആ കമ്മിറ്റി എന്റെ വർഷത്തായി. ഇങ്ങനെ കമ്മിറ്റി പിടിക്കുന്ന ഒരു സെക്രട്ടറി മാത്രമല്ല, ഇതിന്റെയൊക്കെ ഭാഗമായി എത്ര വിരോധികളുണ്ടായി പാർട്ടി പാലക്കാട് ജില്ലയിൽ. പലരും ഇയാളോടുള്ള വിരോധം കാരണം പാർട്ടി വിരോധികളായി മാറി. കോൺഗ്രസിലേക്ക് പോയി, മുസ്ലിം ലീഗിലേക്ക് പോയ ആളുകളുണ്ട്. ഇയാൾ നേതൃത്വം കൊടുക്കുന്ന കാലം ഈ പാർട്ടി രക്ഷയില്ല. അങ്ങനെ വിവിധ പാർട്ടികളിലേക്ക് പോയവരുണ്ട്. മഹാഭൂരിപക്ഷം ആളുകൾ ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടി ഉറച്ചു നിന്നു, മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെ നിന്ന വിരോധികൾ, ഇയാളോട് വിരോധമുള്ള ആളുകൾ, ഇയാളുടെ നിലപാടുകൾ ഒരിക്കലും യോജിപ്പില്ലായ്മ, ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല എന്ന കടുത്ത വിമർശനം ഉയർത്തുന്ന ആളുകളുടെ ആകെ കൺവെൻഷനല്ല ഇവിടെ ചേരുന്നത്. ഇയാളോട് ഇത്രയധികം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് ആരാ? യേശുദേവൻ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് യേശുദേവനെയും കടത്തി വെട്ടി ഇയാൾ 5 കൊല്ലക്കാലം കൊണ്ട് അനേകായിരങ്ങളെ വിരോധികളാക്കി, ഇത്രയധികം വിരോധികളാക്കി മാറ്റിയ ഒരു സെക്രട്ടറി ഈ ദുനിയാവിൽ, ഈ ഭൂമി മലയാളത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. സുരേഷ് ബാബുവിനെ പോലെ ആ വിരോധമുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൺവെൻഷൻ അല്ല ഇത്. അങ്ങനെ ഒരു കൺവെൻഷൻ ഞങ്ങൾ വിളിച്ചു ചേർത്താൽ ആ കൺവെൻഷൻ നടത്താൻ പാലക്കാട്ടെ വലിയ കോട്ട മൈതാനി പോലും തികയില്ല എന്ന വിവരം നിങ്ങൾ